ട്രംപിൻ്റെ പുതിയ ട്രേഡ് താരിഫ് വന്നത് നമുക്കറിയാം. അടക്കം ഗൾഫിൽ 10%, ഇന്ത്യയിൽ 26%മാണ്. ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ, ഗൾഫിലാണെന്നുണ്ടെങ്കിൽ മാനുഫാക്ചറിങ് മേഖലയിൽ എക്സ്പോർട്ട് കുറയും. എക്സ്പോർട്ട് കുറയുമ്പോൾ കമ്പനികൾ എന്താ ചെയ്യുക? ആദ്യം നമ്മൾ എക്സ്പെൻസ് കട്ട് ചെയ്യണം. എങ്ങനെ എക്സ്പെൻസ് കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എക്സ്പെൻസ് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? നേരെ സാധാരണക്കാരിലേക്ക് വന്നെ എങ്ങനെയാണ്? എംപ്ലോയീസ് അല്ലേ? നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് സാലറിയിൽ കുറവ് വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ജോബ് അൺസർട്ടനിറ്റിക്കുള്ള സാധ്യതകളുണ്ട്. രണ്ട് രീതിയിലാണ് പ്രവാസികൾ കണ്ടത്. ഒന്ന്, നമ്മൾ ഒരുപാട് പേര് ഓൺട്രപ്രണേഴ്സ് ഉണ്ട് ഇവിടെ ഇല്ലേ? നമ്മൾ ബിസിനസ്സുകാരുണ്ട്. ആ ബിസിനസ്സുകാർ എത്രയൊക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, അത് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റീ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ അത് സൂക്ഷ്മമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഒരു ആവശ്യമില്ലാത്ത ഒരു എക്സ്പെൻസ് ഒരു ദിറമാണെങ്കിലും നമുക്ക് എങ്ങനെ അത് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആദ്യം ആലോചിക്കുക. എന്താണെന്ന് ഇപ്പോൾ പ്രശ്നങ്ങളില്ലായിരിക്കാം, പക്ഷേ നമുക്കറിയാം ഇതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള 2-3 റിസ്ട്രിക്ഷൻ ഇതേപോലെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അത് ഓവർകം ചെയ്തിട്ടുള്ള, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് യുഎഇയെ സംബന്ധിച്ച് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ നൽകുന്ന ഒരു രാജ്യവും കൂടിയാണ്. അതായത് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ബിസിനസ് ചെയ്യാം, റിമോട്ടിൽ വർക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഓണേഴ്സിൻ്റെ അടുത്ത് വർക്ക് ചെയ്യാനുള്ള സാധ്യത ഒരുപാട്. ഈ പോസിബിലിറ്റീസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. പ്രത്യേകിച്ച് ഗൾഫിൽ അല്ലാന്നുണ്ടെങ്കിൽ യുഎഇയിൽ നിൽക്കുന്ന പ്രവാസികൾ ബിസിനസ്സിലാണെന്നുണ്ടെങ്കിലും ഡൈവേഴ്സിഫിക്കേഷൻ ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്.